എജ്യൂസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിയിലെ ബോട്ടണി ഭാഗത്തിൽ വരുന്ന സെൽ എന്ന പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. ഈ സെല്ലിൽ എന്തൊക്കെയാ പഠിക്കേണ്ടത്? സെല്ലിനെ കുറിച്ചും അതുപോലെ സെൽ തിയറിയെ കുറിച്ചും അതുപോലെ തന്നെ സെൽ ഡിവിഷനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മെയിൻലി 2 മാർക്കോളം വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളത് നമുക്ക് പഠിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ സെൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താ സെല്ല്? സെൽ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം ആണ്. എന്ന് വെച്ചാൽ എന്താ? എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ ഒരു ജീവിയുടെ ഘടനാപരവും സ്ട്രക്ചറൽ ജീവധർമ്മപരവുമായ ഫങ്ഷണലുമായിട്ടുള്ള അടിസ്ഥാന ഘടകത്തെ എന്ത് പേര് പറയാം? നമുക്ക് സെൽ എന്ന് പറയാം. ഓക്കെ, ഈ സെല്ലിനെ കുറിച്ചുള്ള പഠനമാണ് എന്താ? സൈറ്റോളജി. ഓർമ്മിച്ചുകൊള്ളുക, ഈ സെല്ലിനെ കുറിച്ചുള്ള പഠനമാണ് എന്താ? സൈറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെല്ലിനെ കുറിച്ചുള്ള പഠനം എന്താണ്? അത് സൈറ്റോളജി ആണ്. ഓക്കെ, ഇനി അവിടെ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമ്മൾ പറയും ഒരു സാധനം ആരാണ് കണ്ടുപിടിച്ചെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പോ ആദ്യമായിട്ടൊരു കോശം കണ്ടുപിടിച്ചത് ആരാണ്? അത് റോബർട്ട് ഹുക്കാണ്. ഓക്കെ, പക്ഷെ ഒരു വ്യത്യാസം എന്താന്ന് ചോദിച്ചാല്, റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ച കോശം നോൺ ലിവിങ് ആയിരുന്നു, അതായത് ജീവനില്ലാത്ത കോശമായിരുന്നു. ഓക്കെ, അപ്പൊ റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചത് ഒരു കോർക്കിന്റെ പീസ് അദ്ദേഹം എന്ത് ചെയ്തു? മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച സമയത്ത് അതിൽ കാണപ്പെട്ട കുഞ്ഞറകളെയാണ് അദ്ദേഹം സെൽ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോ ഒരു കോർക്കിന്റെ ഛേദത്തെ പീസ് എന്ത് ചെയ്തു? മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ അതിൽ കാണപ്പെട്ട കുഞ്ഞു കുഞ്ഞു അറകളെ അദ്ദേഹം എന്തെന്ന് വിശേഷിപ്പിച്ചു? സെൽ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോ ആദ്യമായിട്ടൊരു കോശം കണ്ടുപിടിച്ചത് കൊണ്ട് ഫാദർ ഓഫ് സൈറ്റോളജി ആര് തന്നെയാണ്? റോബർട്ട് ഹുക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോ സൈറ്റോളജി, സെൽ ബയോളജി എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് സെല്ലാണ്. കോശത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് പേര് പറയുന്നത്? നമ്മള് സൈറ്റോളജി. സൈറ്റോളജി എന്ന് പറയുന്നത് എന്താ? കോശത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സൈറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ ഈ സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് റോബർട്ട് ഹുക്കാണ്. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്കാണ് സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഓർമ്മിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ റോബർട്ട് ഹുക്ക്, ഓക്കെ, റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ച ഞാൻ പറഞ്ഞു എന്താണ്? നോൺ ലിവിങ് സെല്ല് അല്ലെ? ജീവനില്ലാത്ത കോശമാണ് ആര് കണ്ടുപിടിച്ചത്? റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചത് ഒരു നോൺ ലിവിങ് സെല്ല്, ജീവനില്ലാത്ത കോശമാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. എന്നാലും എന്ത് ചെയ്തു? അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് സൈറ്റോളജി ആയിട്ട് അങ്ങ് അംഗീകരിച്ചു അല്ലെ? സെൽ ബയോളജി അല്ലെങ്കിൽ സൈറ്റോളജിയുടെ ഫാദർ ആയിട്ട് അംഗീകരിച്ചു. എന്നാൽ ആദ്യമായിട്ട് ഒരു ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആരാണ്? അത് ആന്റൺ വാൻ ലുവാൻസ്ഹോക്ക് ആണ്. ഓക്കെ, അപ്പോ ആദ്യമായിട്ടൊരു ബാക്ടീരിയ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരു ജീവനുള്ള കോശത്തെ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാലോ ആരാണ്? അത് ആന്റൺ വാൻ ലുവാൻസ്ഹോക്ക് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മള് ഈ കോശങ്ങൾ കൂടിച്ചേർന്ന് എന്തുണ്ടാകും? കലകൾ, ടിഷ്യൂസ് ഉണ്ടാകും അല്ലെ? കോശങ്ങൾ കൂടിച്ചേർന്ന് എന്തുണ്ടാകുന്നുണ്ട്? ടിഷ്യൂ ഉണ്ടാകുന്നുണ്ട്. ഈ ടിഷ്യൂവിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ എന്താണ്? അത് ഹിസ്റ്റോളജി ആണ്. ഓക്കെ, ടിഷ്യൂ, കലകളെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ എന്താണ്? അത് ഹിസ്റ്റോളജി ആണ് കലകളെ കുറിച്ചുള്ള പഠനം. ഇനി ഈ സെല്ലിന് ഒരു സെന്റർ ഉണ്ടെന്നും, അതായത് എന്താണ്? ഒരു നിയന്ത്രണ ഭാഗം, ഒരു കൺട്രോളിങ് സെന്റർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. അപ്പോൾ ആ കൺട്രോളിങ് സെന്ററിനെ അദ്ദേഹം എന്ത് പേര് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് പേര് വിളിച്ചു.
അപ്പോ കോശത്തിന് ഒരു കൺട്രോളിംഗ് സെന്റർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. അദ്ദേഹം അതിനെ ന്യൂക്ലിയസ് എന്ന് പേര് വിളിച്ചു. ഓക്കെ, 1831 വർഷം ഓർമ്മിച്ചു കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനം എന്താണ്? അത് കാരിയോളജി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ കോശത്തെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ അത് സൈറ്റോളജി ആണ്. നമുക്കതിനെ സെൽ ബയോളജി എന്ന് പറയാം. ഫാദർ ഓഫ് സൈറ്റോളജി ആരാണ്? റോബർട്ട് ഹൂക്ക് ആണ്. എന്നാൽ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു നോൺ ലിവിങ് സെല്ലായിരുന്നു. എന്നാൽ ഒരു ലിവിങ് സെൽ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആന്റൺ വാൻ ലുവാൻസ് ഹൂക്ക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലുകൾ കൂടിച്ചേർന്ന് ടിഷ്യൂ ഉണ്ടാകുന്നു, കലകൾ ഉണ്ടാകുന്നു. ആ ടിഷ്യൂവിനെ കുറിച്ചുള്ള പഠനമാണ് എന്താ? ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. കോശത്തിന് ഒരു കൺട്രോളിംഗ് സെന്റർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. അദ്ദേഹം അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു അല്ലെ. അതായത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാ? റോബർട്ട് ബ്രൗൺ ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ എന്താണ്? അത് കാരിയോളജി ആണ്.